ഒരു പ്രധാന ബി.ജെ.പി. നേതാവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വളരെ നിർണായകമായിട്ടുള്ളൊരു ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്. ഇതിലെ പ്രതികളെല്ലാം കുറ്റക്കാരാണെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ സംഭവം നടന്നിട്ടിപ്പോൾ വർഷങ്ങളായി. നമ്മൾ വർഷങ്ങൾ പിന്നാമ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ 1994 ജനുവരി 25 രാത്രി വളരെ നടുക്കമുണ്ടാക്കിയൊരു രാത്രിയാണ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ ബി.ജെ.പി. നേതാവിന് അന്ന് ജീവൻ ബാക്കിയായത്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. എന്താണ് സംഭവം? അതായത് ശരീരവും മനസ്സും ജീവിതവും എല്ലാം സംഘത്തിന് വേണ്ടി, RSSന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു രാഷ്ട്രീയ നേതാവ്. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ കലാപങ്ങളെപ്പറ്റി, രാഷ്ട്രീയ സംഘർഷങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ടതില്ല. RSSും BJPയും CPMും തമ്മിലുള്ള സംഘർഷങ്ങളാണ് പലതും. അതെവിടെയാണ് തുടങ്ങിയത്? വാടിക്കൽ രാമകൃഷ്ണൻ കേസ് മുതൽ ഇങ്ങോട്ടാണ് തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. വാടിക്കൽ രാമകൃഷ്ണൻ BMSൻ്റെ ഒരു പ്രവർത്തകനായി, അദ്ദേഹത്തെ കൊന്ന കേസിലെ പ്രതി ആരാണ്, ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ നമുക്കറിയാം. ഒരു കാലത്ത് വലിയ വിധത്തിലുള്ള ആക്രമണങ്ങൾ, പരസ്പരമുള്ള വെട്ടിക്കൊലകൾ ഒക്കെ കണ്ണൂരിലുണ്ടായിരുന്നു. ഗൗതം കണ്ണൂരുകാരനായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ കണ്ണൂരിൻ്റെ ചരിത്രമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടെ മട്ടന്നൂരിനടുത്തുള്ള ഒരു യുവ നേതാവ്, ഉരുവച്ചാലിൽ വെച്ച്, അതെ, ഈ യുവ നേതാവ് RSSന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു യുവ നേതാവാണ്. സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് വളരെയധികം രാത്രിയായിട്ടുണ്ട്, വീട്ടിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ഇദ്ദേഹത്തെ പറ്റി ഒരു കാര്യം കൂടെ പറയണം. ആളുകൾക്ക് എല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. സംഘത്തെ, കണ്ണൂർ ജില്ലയിൽ BJPയെയും സംഘത്തെയും വളർത്താൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത് കഷ്ടപ്പെട്ട ഒരു നേതാവ്. അദ്ദേഹത്തോട് എന്താണ് ഈ BJPയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിൻ്റെ ഭാഗമായി, അതായത് തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ആർക്കാണ് പ്രശ്നം ഉണ്ടാവുക എന്ന് നമുക്കറിയാമല്ലോ. അത് CPMന് തന്നെയാണ് പ്രശ്നം ഉണ്ടാവുക. അങ്ങനെ ഇദ്ദേഹം രാത്രി ഒരു 11 മണിയോടനുബന്ധിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ഉരുവച്ചാലിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുറകിൽ കൂടി ഒരു പറ്റം ആളുകൾ വന്ന് പുറകിൽ നിന്ന് അദ്ദേഹത്തെ അടിച്ചു, വെട്ടിവീഴ്ത്തുന്നതിന് മുമ്പ് 2 സ്റ്റീൽ ബോംബുകളാണ് അവിടെ എറിഞ്ഞത്. ആ ബോംബ് എറിഞ്ഞിട്ട് ആ ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന് വെട്ടുക മാത്രമല്ല ചെയ്തത്, അതിക്രൂരമായിരുന്നു പിന്നീടുള്ള ചെയ്തി എന്ന് പറയുന്നത്. നമ്മൾ TP ചന്ദ്രശേഖരൻ വധക്കേസിലൊക്കെ കണ്ടതുപോലെ 52 വെട്ടി എന്നതിനൊക്കെ അപ്പുറം നമ്മൾ അങ്ങനെ പറയുമല്ലോ, ഇത് അതിലും ക്രൂരമാണെന്ന് ഞാൻ പറയും. കാരണം ഒരു മനുഷ്യൻ്റെ 2 കാലും 2 സൈഡിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് ക്രൂരമായി വെട്ടിമാറ്റിക്കളഞ്ഞു. വെട്ടിമാറ്റുക എന്ന് മാത്രമല്ല, റോഡിന്റെ ഇരുഭാഗത്തേക്കുമായിട്ട് 2 സൈഡിലായിട്ട് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഇവർ ഈ CPMകാർ എന്നിട്ട് ആക്രോശിക്കുകയാണ്, ആരെങ്കിലും ഇയാളെ രക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെയും തട്ടും. അതാണ്, ആരെങ്കിലും ഇവരെ രക്ഷിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളെയും തട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഈ റോഡിൽ ചോരയിൽ കുളിച്ച് ചോര വാർന്ന് കിടക്കുകയാണ് ഈ മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും കൊടുത്തിട്ടില്ല. അത്രയുണ്ട് കണ്ണൂരിലെ ചോരയുടെ പക എന്ന് പറയുന്നത്. അങ്ങനെ സദാനന്ദം മാസ്റ്ററിൻ്റെ ജീവിതം ഒരു വലിയ അത്ഭുതം തന്നെയാണ്. തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് സദാനന്ദം മാഷെ പറ്റിയാണ് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് എന്ന് പലപ്പോഴും പല ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയാൻ വഴിയില്ല. അന്ന് അദ്ദേഹം അനുഭവിച്ച വേദന, രക്തം വാർന്നു കിടക്കുന്ന അദ്ദേഹത്തെ പിന്നീട് പോലീസ് വന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരുപാട് കാലം ചികിത്സയിലായിരുന്നു അദ്ദേഹം. എന്നിട്ട് ആ വെട്ടിമാറ്റിയ കാലുകൾ തുന്നിപ്പിടിപ്പിക്കാൻ കഴിഞ്ഞില്ല, സമയം പോയതുകൊണ്ട്. പിന്നീട് അദ്ദേഹം കൃത്രിമ കാല് അദ്ദേഹത്തിന് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. ഇപ്പം അത് വെച്ചാണ്, ആ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം നടക്കുന്നത്, മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് ഗൗതം പറഞ്ഞ വളരെ ശരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ തകർത്ത് കളയാൻ CPMൻ്റെ കഠാരകൾക്ക്, വടിവാളുകൾക്ക് കഴിഞ്ഞില്ല. സംഘം എന്ന് പറയുന്ന, RSS എന്ന് പറയുന്ന ആ പ്രസ്ഥാനം, നമ്മളിത് പറയല്ലോ, നമ്മുടെ ഭൂമിയാണ് അമ്മ എന്ന് പറയുന്നത് പോലെ, നമസ്തേ സദാവത്സലേ മാതൃഭൂമി എന്ന് ചൊല്ലിക്കൊണ്ടാണല്ലോ അവരുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഫലം അവർക്കുണ്ടായിരുന്നു, ഒരു ആത്മീയ ഫലം. അത് സദാനന്ദ മാസ്റ്റർക്കും ഉണ്ടായിരിക്കാം. അങ്ങനെ ആ കൃത്രിമ കാല് വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നീട് നടത്തി പ്രവർത്തനങ്ങൾ പഴയ കാലത്തേക്കാൾ ഉജ്ജ്വലമായിരുന്നു എന്നാണ്. അദ്ദേഹത്തോടൊപ്പം എല്ലാവരും ചേർന്ന് നിന്നു.
BJP പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. നോക്കൂ, അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലത്തിലാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. 27 വയസ്സുള്ളപ്പോൾ 27 വയസ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്കറിയാം. അതായത് നമ്മൾ യുവത്വത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം നമ്മൾ ആസ്വദിക്കേണ്ട കാലഘട്ടമാണ്, രക്തത്തിളപ്പുള്ള കാലഘട്ടമാണ്. ആ സമയത്താണ് ഈ 2 കാലുകളും ഇത് വെട്ടിമാറ്റുക എന്ന് പറയുന്നൊരു ക്രൂരതയിലേക്ക് ഇവർ പോയത്. അവിടെ നിന്ന് അങ്ങോട്ട് പക്ഷേ ഇദ്ദേഹം കൃത്രിമക്കാലും വെച്ചുകൊണ്ട് സദാനന്ദ മാസ്റ്ററുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ പെട്ടെന്ന് ആക്റ്റീവായി തിരിച്ചു വന്നു. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ സംഘത്തിൻ്റെ രാഷ്ട്രീയം, ജില്ലാ സംഘത്തിൻ്റെ പ്രചാരകായി, സഹപ്രചാരകായി, അവിടെ നിന്ന് അങ്ങോട്ട് BJP രാഷ്ട്രീയത്തിലേക്ക് വന്ന് എല്ലാ ഇടപെടലുകളും നടത്തി ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി നിൽക്കുന്നുണ്ട്. ഇവിടെ ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. RSSന്റെ ജില്ലാ സഹകാര്യവാഹകരായിരുന്നു. അന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. അതെ. അതിനുശേഷം ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ കോടതിയിൽ വിചാരണ നടന്നു. പ്രതികളെ ശിക്ഷിച്ചു. പ്രതികളെ ശിക്ഷിച്ചതിന് ശേഷം ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ട് മട്ടന്നൂരിലെ CPMന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയെല്ലാം അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ പിന്നീട് ആ ഗൂഢാലോചന കുറ്റം അവിടെ നിലനിന്നില്ല. ഗൂഢാലോചന കുറ്റം ചുമത്തി CPMന്റെ നേതാക്കന്മാരെ അകത്തിട്ട പോലീസ് അവരെ രക്ഷിക്കാനുള്ള പഴുതുകളും കൂടി ഉണ്ടാക്കി വെച്ചിരുന്നു. അവരെ കോടതി വെറുതെ വിട്ടു. ഈ അല്ലാത്ത പ്രതികളുണ്ടല്ലോ, ഇദ്ദേഹത്തെ നേരിട്ട് ആക്രമിച്ച പ്രതികൾ, ഈ പ്രതികൾക്ക് കടുത്ത ശിക്ഷ തന്നെയായിരുന്നു കോടതി കൊടുത്തത്. പക്ഷേ ആ ശിക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, കോടതി ഈ ശിക്ഷ കുറഞ്ഞുപോയി എന്നൊരു തോന്നൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഗവൺമെൻറ് അപ്പീൽ പോകാൻ തയ്യാറായില്ല. നമുക്കറിയാമല്ലോ, ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റും UDFൻ്റെ ഗവൺമെൻറ്റും ഒന്നും അപ്പീൽ പോവില്ല ഈ കാര്യത്തിലൊന്നും. പക്ഷേ ഇദ്ദേഹം അതൊന്നും കണ്ട് ഭയന്നൊന്നുമില്ല. പ്രതികൾ അപ്പീൽ പോയി. പ്രതികൾ എന്താ അപ്പീൽ പോയത്? തങ്ങളുടെ ശിക്ഷ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പോയത്. അങ്ങനെ അപ്പീൽ പോയ സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണ് അപ്പീൽ പോയത്. 27ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ വെട്ടിയിട്ട കേസിൽ, ആ കേസ് ഹൈക്കോടതിയിൽ ശിക്ഷ കുറയ്ക്കണമെന്ന് പറഞ്ഞു കൊണ്ടുപോയ കേസിൻ്റെ വിധി 31 വർഷങ്ങൾക്ക് ശേഷം, ആലോചിക്കണം ഗൗതമേ, 31 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്നു. അതുവരെ സദാനന്ദ മാഷും BJPയും പ്രസ്ഥാനവും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആ കേസ് നടത്തി. 32 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുധ അവർ വിധിന്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ കേസിലെ എല്ലാ പ്രതികളുടെയും ശിക്ഷ ശരിവച്ചിരിക്കുന്നു. വളരെ ക്രൂരവും മൃഗീയവുമായിട്ടാണ് സദാനന്ദ മാസ്റ്ററോട് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തത്. ഒരാളുടെ കാല് വെട്ടി 2 സൈഡിലേക്കും എറിയുക. അങ്ങനെ ഹൈക്കോടതിയുടെ ആ വിധി വന്നതിന് ശേഷം ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം, 20,000 രൂപയാണ് സദാനന്ദ മാസ്റ്റർക്ക് അന്ന് നഷ്ടപരിഹാരമായിട്ട് വിധിച്ചത്. അത് തീരെ കുറഞ്ഞൊരു തുകയാണെന്നും 50,000 രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രതികളുടെ ശിക്ഷ കുറച്ചാൽ അത് നിയമത്തോട് തന്നെ ചെയ്യുന്ന ക്രൂരതയായിരിക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തോട് മാത്രമല്ല, നിയമത്തോട് തന്നെ ചെയ്യുന്ന ക്രൂരതയായിരിക്കും. ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ വേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട കോടതി ജസ്റ്റിസ് സുധ പറഞ്ഞത്. അവരെല്ലാ വിശദമായ വാദം കേട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത് സദാനന്ദ മാഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്നതിൻ്റെ പുറത്ത് CPMന്റെ കഠാര വന്ന് വീണപ്പോൾ അദ്ദേഹം അനുഭവിച്ച വേദനയ്ക്ക് അല്പമെങ്കിലും ശമനം ഉണ്ടായി കാണും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഈ വിധി വന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ മേലും കത്തി വീഴരുത്. അത് RSS ചെയ്താലും CPM ചെയ്താലും കോൺഗ്രസ് ചെയ്താലും അത് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത്. പക്ഷേ കഠാര രാഷ്ട്രീയത്തിന് ആരാണ് മുന്നിട്ടിറങ്ങുന്നത് എന്ന ചില സൂചനകൾ കൂടി സദാനന്ദ മാഷയുടെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സദാനന്ദ മാഷ് എന്തായാലും നല്ല സാത്വികനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്യാനും മുന്നോട്ട് പോകാനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം കൂടെ നിന്നു. അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം ഇനി വളർന്നു വരുന്ന BJPയിലെ യുവത്വത്തിന് അദ്ദേഹം ഒരു മാതൃകയാണ്. കൃത്രിമക്കാലുമായി തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി അട്ടിയുറച്ച് വിശ്വസിക്കുന്ന സദാനന്ദ മാഷെ പോലെയുള്ള നേതാക്കന്മാർ രാഷ്ട്രീയത്തിന് തന്നെ ആവശ്യമാണ്.